പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് മധുരക്കിഴങ്ങ് അഥവാ കപ്പക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന സ്വാദിഷ്ടമായ നല്ല മധുരമുള്ള ഒരു കിഴങ്ങ് വർഗ്ഗ വിളയുടെ സംരക്ഷണമാണ്. അപ്പം ഈ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വള്ളിയാണ് നമ്മൾ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വള്ളി നട്ട് ഒരു മാസം കഴിയുമ്പോൾ ഇത് നന്നായി കിളിച്ച് പടർന്നു തുടങ്ങുന്നുണ്ടേ നമ്മൾ ഈ വള്ളിയുടെ മുകളിൽ മണ്ണ് വെട്ടി ഇടണം. ആ മണ്ണ് വെട്ടി ഇടുന്നുണ്ടെങ്കിൽ നല്ല വേരുണ്ടാവുകയും ആ വേരിൽ നിന്നാണ് കായകളല്ല കിഴങ്ങുകൾ ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ നമ്മളിതിന് വളവും കൂടി ഇടണം. അപ്പം ഇതിന് നമ്മൾ വളമിടുക എന്ന് പറയുമ്പോൾ ഇതിനും ചെറിയ പുഴുക്കൾ ഇതിൻ്റെ ഇലയിൽ ആക്രമിക്കാറുണ്ട്. അപ്പോൾ പുഴുക്കളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതേപോലെ ചാരം അഥവാ വെണ്ണീർ വിതറി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. രണ്ട് കാര്യങ്ങളാണ്. പുഴുക്കൾ അങ്ങ് ചത്തുപോകും എന്ന് മാത്രമല്ല, ഇത് അലിഞ്ഞ് കിഴങ്ങുകൾ നല്ല ദൃഢമുള്ള വലിപ്പമുള്ള ഒരു സ്വാദിഷ്ടമായ കിഴങ്ങുകൾ ഉണ്ടാകാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചാരം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ എല്ലാ കിഴങ്ങ് വർഗ്ഗ വിളകൾക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് എല്ലുപൊടി നമ്മൾ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നീട് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒരു പ്രാവശ്യം മണ്ണിട്ടതാണ്. 2 പ്രാവശ്യമാണ് ഇതിന് നമ്മൾ മണ്ണിടുന്നത്. ഒരു പ്രാവശ്യം മണ്ണിട്ട് കൊടുത്തതാണ്. ഇടാൻ പോവുകയാണ്. ഓക്കെ, നല്ല കനത്തെ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതേപോലെ ഓരം കീറിയാണ് കപ്പത്തണ്ട് നടുന്നത്. അപ്പോൾ ഈ മധുരക്കിഴങ്ങിൻ്റെ തണ്ട് നട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഇത് കിളിച്ച് 4 ഭാഗത്തോടും പടർന്ന് കയറും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ പടർന്ന് കയറുന്ന വള്ളികൾ ആ പണയിലോട്ട് പിടിച്ച് ഒതുക്കി വെച്ച് വേണം നമ്മൾ മണ്ണിടാൻ. അപ്പോൾ 2 പ്രാവശ്യം മണ്ണിടുന്നുണ്ടെങ്കിൽ ഈ പടം നിറച്ച് കപ്പക്കിഴങ്ങ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് കിളയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മളിത് കിളച്ചെടുക്കാൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ നമുക്ക് ഉള്ള ഇത്തിരി സ്ഥലത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാവിധ പോഷകസമ്പുഷ്ടമായ പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗവിളകളും ഒക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, അതും ഏറ്റവും കുറഞ്ഞ ചിലവിൽ. അപ്പോൾ അത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ, കൃഷിയുടെ അറിവുകൾ, കൃഷി രീതികൾ എന്നിവ പ്രിയമുള്ളവരെ നിങ്ങൾ കാണാൻ ഇഷ്ടമെങ്കിൽ, അത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മാന്യമിത്രങ്ങൾക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.